സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ അത് വെറുതെ കോപ്പി അടിച്ച് വെച്ചാൽ പോരെ എന്ന ധാരണ പലർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു റീമേക്ക് സിനിമ ചെയ്യുമ്പോൾ ഏത് ലാംഗ്വേജിലേക്കാണോ അത് എടുക്കപ്പെടുന്നത് ആ ലാംഗ്വേജിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിൽ എക്സ്ട്രാ എലമെന്റ്സുകൾ ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഒറിജിനൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിലും ബെറ്റർ ആക്കാൻ ശ്രമിക്കേണ്ടി വരും. ഒരിക്കലും മലയാളത്തിൽ നിന്ന് പോയ ഒരു റീമേക്ക് സിനിമകളിലും അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ 2020 ഇറങ്ങിയ മഹേഷിന്റെ പ്രതികാരത്തിന്റെ റീമേക്കായ ഉമാ മഹേശ്വര ഉഗ്രരൂപസി എന്ന് പറയുന്ന സിനിമ ഉണ്ട്. വളരെ മികച്ചൊരു സിനിമ. ഡയറക്ട് ചെയ്തിരിക്കുന്ന മഹാവെങ്കടേഷ്. മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയുടെ അതേ രീതിയിൽ തന്നെ അതുപോലെ തന്നെ എക്സാക്ട്ലി സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പലരും പല സിനിമകൾ ചെയ്യുമ്പോൾ റീമേക്കുകൾ ചെയ്യുമ്പോൾ എക്സാക്ട്ലി സിനിമകൾ അതുപോലെ തന്നെ കോപ്പി അടിച്ചിട്ട് വെച്ചിട്ട് പോലും നമുക്ക് കിട്ടാത്ത ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഫഹദ് ഫാസിൽ ചെയ്തു വെച്ചിരിക്കുന്ന വേഷം എന്ന് പറയുന്നത് വേറെ ആർക്കും പകരക്കാരില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ സിനിമയിൽ സത്യദേവ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ടാണ് മഹേഷിന്റെ പ്രതികാരത്തിന്റെ അതേ ലെവലിൽ തന്നെ വളരെ മികച്ചൊരു സിനിമ. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ പല ആർട്ടിസ്റ്റുകളെയും അതേ രൂപസാദൃശ്യമുള്ള പലരെയാണ് ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നതും വളരെ മികച്ചൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ ഡയറക്ടർ ബ്രില്യൻസ് ദിലീഷ് പോത്തൻ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഡയറക്ടർ ബ്രില്യൻസ് എന്നുള്ള രീതിയിൽ അധികം ഒന്നും ഇല്ലെങ്കിലും അവരുടേതായിട്ടുള്ള ചില എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ മടുപ്പിക്കാത്ത, മഹേഷിന്റെ പ്രതികാരം കണ്ടിട്ടുള്ളവർക്ക് പോലും കണ്ടിരിക്കാവുന്ന, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നത്. എന്നിട്ടും ഈ സിനിമ എനിക്ക് കാണാൻ തോന്നി. വളരെ മികച്ചൊരു സിനിമ എന്ന് തന്നെ പറയാം. എല്ലാവരും കണ്ടു നോക്കുന്ന ഒരു സിനിമ.